എല്ലാവർക്കും നമസ്കാരം. വയനാട് നമ്മളെയൊക്കെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പ്രദേശങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്. ഒരു സ്കൂൾ മൊത്തത്തോടെ ഒലിച്ചുപോയി. ഒത്തിരി കുഞ്ഞുങ്ങളെയും ഒത്തിരി ആൾക്കാരെയും നമ്മൾക്ക് നഷ്ടമായി. ഇനി എത്ര പേര് അതിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊന്നും ആർക്കും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ ദുരന്തത്തിന്, വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ മുഴുവൻ ആൾക്കാരെ പോലും പുറത്തെടുക്കാൻ നമ്മളുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര പേര് ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. കിട്ടിയ കണക്കുകളും അറിയാവുന്ന കണക്കുകളും ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ എന്തോരം അന്യദേശ തൊഴിലാളികളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അതിനൊന്നൊരു മൊത്തമായ ചിത്രം ഇതുവരെയും പുറത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് ഇതിനു മുൻപേ 2 പ്രാവശ്യം വാണിംഗ് കൊടുത്തതാണ്, ശക്തമായ മഴയുണ്ടാകും, മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന്. എന്നിട്ട് കേരളം എന്തു ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സത്യമല്ലേ, കേരളം എന്താ ചെയ്തത്? നമ്മൾക്കറിയാം, വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. പല സ്ഥലത്തായിട്ട് പല പ്രാവശ്യമായിട്ട് ഈ എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് ഒരുപാട് പേര് മരണപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ മഴ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും മുന്നറിയിപ്പ് കിട്ടിയ സമയത്ത്, നമ്മൾക്കറിയാം ഒരു വീടുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു വീടും പ്രദേശവുമായിട്ട് വിട്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഒരു അങ്കിൾ പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് വന്നില്ല. അവസാനം ഒരു ഗതിയും ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടതെന്ന് കേൾക്കുവാനിടയായി തീർന്നത്. അത് നമ്മൾക്കൊക്കെ അറിയാം. നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എങ്കിൽ പോലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു ആശ്വാസം അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് അവിടെയുള്ളവർക്കും. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം വരും എന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അവരെ ബലപ്രയോഗത്തിലൂടെ, അല്ലെങ്കിൽ അവരോട് അന്ത്യശാസന കൊടുത്തെങ്കിലും അവരെയൊക്കെ അവിടെ നിന്നും മാറ്റാൻ നമ്മുടെ കേരള സർക്കാർ മുൻകൈ എടുക്കേണ്ടത് തന്നെയായിരുന്നു. അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്, സർക്കാരിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതിനകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവിടെയുള്ള അറിയാവുന്ന ആൾക്കാരൊക്കെ അവരോട് പറഞ്ഞു, എന്നിട്ടും ആൾക്കാർ പോയില്ല. അപ്പോൾ അവരോട് കർശനമായി അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനുള്ള സാവകാശം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ട് നമ്മളത് ചെയ്തില്ല. കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ മന്ത്രിമാർക്കോ അവരുടെ ബന്ധുക്കളോ അവരുടെ പ്രിയപ്പെട്ടവരോ ആരുമല്ല നഷ്ടമായത്. കുറേ പാവപ്പെട്ട ജനങ്ങൾ, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന കുറേ പാവങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുന്നത്. അതും ഇത്രയും ദാരുണമായൊരു മരണത്തിന് അവർ അടിമപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കുറേ ദുരിതാശ്വാസ നിധി അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പിടിച്ചെടുക്കുക എന്ന് മാത്രമേ ഏത് സർക്കാരും, ഇപ്പം ഒരു സർക്കാരിനെ മാത്രം പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജനത്തിൻ്റെ ജീവനും ജീവിതത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവരൊക്കെ ഇങ്ങനെ മുന്നേറുന്നത്. എന്നിട്ട് അവസാനം എല്ലാം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങും. അവരെ ഏതാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതാണ്ടൊക്കെ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾക്ക് നഷ്ടപ്പെട്ടത് തന്നെ. എത്ര കുഞ്ഞുങ്ങളാണ് പോയിരിക്കുന്നത്. ഒരു സ്കൂൾ മുഴുവൻ ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. ആ സ്കൂളിൽ 22 കുട്ടികൾ ഓൾറെഡി പോയി എന്നുള്ള റിപ്പോർട്ട് കിട്ടി. ബാക്കി കുട്ടികളുടെ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്തു. എന്നാൽ ബാക്കി പിള്ളേരുടെ കുറേ പേരുടെ വിവരമില്ല. അങ്ങനെയൊക്കെ എത്രയുണ്ട്. ഇവർ ഈ പുറത്ത് വിടുന്ന കണക്കുകളൊന്നും അല്ലാതെ അതിലേറെ ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിലേറെ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ കഷ്ടമാണിത്. നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് അതിനകത്ത് ഇറങ്ങിത്തിരിച്ചില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാർ അതിൻ്റെ പേരിൽ പഴി കേൾക്കുക തന്നെ വേണം. അല്ലാതെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. കാരണം ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാരുകളെ തിരഞ്ഞെടുത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഈ ജനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ, ഒരു പുല്ല് വിലയും പോലും കൊടുക്കാതെ ഇങ്ങനെ ഇറക്കി വിട്ടേക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണല്ലോ. ഇവരെയും കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയക്കാരെയും കൊണ്ടും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെടേണ്ടത് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഓരോ ഷോ ഓഫിന് വേണ്ടിയിട്ട്. ഷോ ഓഫ് അത്രേ പറയാനുള്ളൂ. അല്ലാതെ വേറെ ഇവരെയും കൊണ്ട്, ഈ രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും കൊണ്ടൊന്നും വേറെ ഒരു ഉപകാരമില്ല. ഏത് പാർട്ടിക്കാരാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും ഇത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഇവന്മാരാരും ഒന്നും ചെയ്തില്ലല്ലോ. ആ വയനാട് എന്ന് പറയുന്ന ഏരിയ എപ്പോഴും ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സർക്കാരും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരും ഒക്കെ നിരൂപിച്ചാൽ നടക്കുമായിരുന്നു. ആരും ഒന്നും ചെയ്തില്ല. MP ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആരും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്
ഇതിനകത്തെ വാസ്തവമായ കാര്യം. ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ സഹായം നിധി പിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ആരും ഇവർക്കൊന്നും ഒരു 5 പൈസ കൊടുക്കരുത്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നവർക്ക് അവിടുന്ന് എന്താ പറയുക എത്തിച്ചു കൊടുത്തതൊക്കെ അവർക്ക് കിട്ടിക്കോളും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ ജീവിതത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് വേണം നമ്മളൊക്കെ ഇവരെ സഹായിക്കുവാനായിട്ട് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പം ആണ് എല്ലാവരും ഉണരേണ്ടത്. കാരണം ഇപ്പോൾ എല്ലാവരും കുറേ ഡ്രസ്സും അതും ഇതുമൊക്കെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ മനുഷ്യത്വമില്ലാത്ത കുറേ പേര് വീട്ടിലത്തെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ പഴകിയ ഡ്രസ്സുകൾ. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് കൊടുക്കാൻ പറ്റത്തില്ല, ഓക്കെ. എന്നാൽ നല്ല ഡ്രസ്സ് പഴയതാണെങ്കിൽ പോലും അതിൽ നല്ല ഡ്രസ്സ് നോക്കി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഉപകാരമാകുമായിരുന്നു. കുറേ കെട്ടിക്കിടന്ന് ഉപകാരമില്ലാത്ത കുറേ ഡ്രസ്സുകൾ, അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കുറേ പേര് എത്തിച്ച കുറേ വേസ്റ്റുകളുടെ ചിത്രങ്ങളൊക്കെ കാണുവാനിടയായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനസാക്ഷി മരവിച്ച ജന്മങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം സുഖം എന്തിനേറെ പറയുന്നു. കുറേ സെലിബ്രിറ്റികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കുക എങ്ങനെ നമ്മൾക്കൊക്കെ ഭക്ഷണം മുന്നിൽ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാരണം ആ ദുരന്തമുഖത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾക്കൊന്നും മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കുറേ സെലിബ്രിറ്റികളും യൂട്യൂബേഴ്സും ഒക്കെ ഇറങ്ങിക്കണ്ടിട്ട് അവരുടെ ന്യൂസ്, ഇവരുടെ ന്യൂസ്, അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇട്ട് കളിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം മനസാക്ഷി മരവിച്ചവരോട് നമ്മൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം കൊടുക്കാതിരിക്കുന്നതായിരുന്നു ഇതിലും ബെസ്റ്റ്. കാരണം കൊടുത്താൽ നല്ലത് കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ആരും കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചോദിക്കാനൊന്നും വരത്തില്ല. എന്തിനാണ് കുറേ വേസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ അവർക്ക് എന്താ പറയുക കല്ലും മണ്ണും തടികളും അതും ഇതുമൊക്കെയുള്ള വേസ്റ്റുകൾ ഇഷ്ടം പോലെ അവർക്ക് അവിടെ നിന്ന് കോരി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ കുറേ വേസ്റ്റുകൾ കൊടുത്തു വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിവേ എന്തായാലും ഈ ന്യൂസ് കേട്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമ്മൾക്ക് മുൻകൂട്ടി അറിവ് കിട്ടിയിട്ട് പോലും ഒരു സഹായവും അവർക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മളുടെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും സർക്കാരും അതിനോടനുബന്ധിച്ച മേഖലകളിലുള്ളവരും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എനിവേ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തോരം ആൾക്കാരാണ്, ഒരു കുടുംബത്തിലെ 16 പേരാണ് തീർന്നു പോയിരിക്കുന്നത്. ചിലർക്ക് അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഓരോരുത്തരും നഷ്ടപ്പെട്ടു, മുഴുത്തോടെ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അവർക്ക് എല്ലാം പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കാനും എന്നാരും എഴുന്നേൽക്കും എന്തോ ഒന്നും അറിഞ്ഞുകൂടാ. ദൈവം തന്നെ രക്ഷ. എനിവേ നമ്മൾക്കൊക്കെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരിക്കുന്നവർക്ക് ഇപ്പോഴും എവിടുന്നെങ്കിലുമൊക്കെ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ അവർക്ക് വേണ്ടുന്നത് എത്തിച്ചു കൊടുക്കും. അവർക്ക് ഇപ്പോഴല്ല ആവശ്യം. ഇത് കഴിഞ്ഞിട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ അടച്ച് ഇവർ പുറത്തോട്ട് ഇറങ്ങുന്നൊരു സമയമുണ്ട്. അന്നേരമാണ് ഇവരുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം സഹായിക്കാൻ ബാക്കിയുള്ളവർ നിങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്കെല്ലാവർക്കും നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെയൊക്കെ ഇച്ചിരിയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് അവരെ സഹായിക്കാൻ ഇറങ്ങാം. കാരണം അന്നേരമാണ് അവർക്ക് ആവശ്യം. എനിവേ നമ്മൾക്കെല്ലാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെയൊക്കെ അനാസ്ഥ മൂലം, അതായത് സർക്കാരിൻ്റെയും അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളുടെയും അനാസ്ഥ മൂലം ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.